തൃശൂർ ആമ്പല്ലൂർ മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലിപ്പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 സംഭവം. ദേശീയപാത മണലി പാലത്തിന് സമീപം മടവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ് പൊത്തിപ്പിടിച്ച് പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി നിലവിളിച്ചു. കുതിറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലി പുഴയിലേക്ക് എടുത്തുചാടുകയായിരുന്നു. ഉടൻ പാലിയേക്കര സ്വദേശി കുമാർ എന്നയാൾ പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഞാൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് വരുമ്പോൾ ആ പെൺകുട്ടി ബൈക്കിന്റെ ഫ്രണ്ട് കൈ കാണിച്ചിട്ട് ചേട്ടാ ഒരു ചെക്കൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഓടി വന്ന് പിടിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അപ്പനെ തിരിച്ചു പോയിട്ട് ആ ചെക്കൻ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. എന്നിട്ട് ഞാൻ നേരെ വേഗം കയറി പോയപ്പോൾ അവൻ ആ മണലി പാലത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി. എന്നിട്ട് ഞാനും വേറെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യം ചാടാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും അവൻ വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പറമ്പ് കൂടി കടന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് സാർമാരെ അടുത്ത് ഏൽപ്പിച്ചു. ഇതിനിടെ ഈ വഴിയെത്തിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘത്തിന് പ്രതിയെ കൈമാറി. പിന്നീട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. പ്രതി കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മുക്കത്ത് 13 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി മുക്കം പോലീസിന്റെ പിടിയിൽ. മണാശ്ശേരി സ്വദേശി വിജു ആണ് പിടിയിലായത്. മാനസിക പ്രയാസം നേരിടുന്ന അച്ഛന്റെ ദേഹോപദ്രവത്തെ തുടർന്ന് പെൺകുട്ടിയും അമ്മയും വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അമ്മയില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറിയ പ്രതിയെ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു.